വാട്സാപ്പിൽ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് പുതിയ നല്ല ഫീച്ചറുകളാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് വരുന്ന കോളുകൾ, മെസ്സേജുകൾ അതിനൊക്കെ ഒരു പ്രത്യേക നിയന്ത്രണവും സെക്യൂരിറ്റിയും വാട്സാപ്പ് ഏർപ്പാടാക്കി കഴിഞ്ഞു. അതായത് നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും നമ്പറിൽ നിന്ന് കോൾ വരികയാണെങ്കിൽ അത് നമുക്ക് സൈലന്റ് മോഡിലേക്ക് മാറ്റുന്ന ഓപ്ഷൻ ഇതിനു മുമ്പേ അവതരിപ്പിച്ചതാണ്. അതുമാത്രമല്ല, നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു IP അഡ്രസ്സ് ലീക്ക് ആവാതിരിക്കാനുള്ള ഒരു പ്രത്യേക പ്രൊട്ടക്ഷനും ഇതിനു മുമ്പ് വാട്സാപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനു പുറമെ നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും നമ്പറിൽ നിന്നും മെസ്സേജുകൾ വന്ന് ശല്യമാകുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഒറ്റയടിക്ക് ബ്ലോക്ക് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വാട്സാപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വാട്സാപ്പിൽ ഈ അടുത്തിടെ വന്ന പുതിയ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. നിങ്ങൾക്കും ഈ ഫീച്ചർ വന്നിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഏതാണ് ഫീച്ചർ, എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ അതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ നമ്മുടെ ചാറ്റ് ലിസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കും. ഇതിൽ വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പ്രൈവസി എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇത് 3ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് എന്ന ഈ ഒരു ഭാഗമാണ് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. ഇവിടെ കാണിക്കുന്നത് ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് എന്നാണ്. അതായത് നമുക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും നിരന്തരമായിട്ട് മെസ്സേജുകൾ വന്ന് ശല്യമാകുന്നുണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് നമുക്കിതുപോലെ ബ്ലോക്ക് ചെയ്തിടാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പ്രൊട്ടക്റ്റ് IP അഡ്രസ് ഇൻ കോൾസ് എന്നാണ്. നമ്മുടെ വാട്സാപ്പ് കോളുകൾക്ക് ഒരു IP അഡ്രസ് ഉണ്ടാകും. ആ IP അഡ്രസ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഇതൊരിക്കലും ലീക്ക് ആവാതിരിക്കാൻ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിരിക്കണം. ഓക്കെ. ഇനി മൂന്നാമത് നമുക്ക് നൽകിയിട്ടുള്ളത് ഇവിടെ ഡിസബിൾ ലിങ്ക് പ്രീവ്യൂസ് എന്ന ഭാഗമാണ്. ഇത് ഓൺ ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല വെബ്സൈറ്റിൻ്റെയും പല വീഡിയോസിൻ്റെയും ലിങ്കുകൾ ഷെയർ ചെയ്യുന്നവരാണ്. ആ ലിങ്ക് വഴി നമ്മളെ ഹാക്ക് ചെയ്യാതിരിക്കാൻ, നമ്മളെ ട്രാക്ക് ചെയ്യാതിരിക്കാനാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വാട്സപ്പ് നൽകിയിട്ടുള്ളത്. ഇതുകൊണ്ടുള്ള ഒരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വാട്സാപ്പിലേക്ക് യൂട്യൂബിലെയോ മറ്റോ ലിങ്കുകൾ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ തമ്പനയിലോട് കൂടിയാണല്ലോ ആ ലിങ്ക് ഷെയർ ആകുക. എന്നാൽ ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് മാത്രമേ ഷെയർ ആകുകയുള്ളൂ, തമ്പനയിലോ ഡീറ്റെയിൽസോ ഷെയർ ആകുകയില്ല. ലേൺ മോർ എന്ന ഭാഗം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോന്നിൻ്റെ താഴെയും ഇതുപോലെ ലേൺ മോർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ചെറിയൊരു വിവരണം മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു മെസ്സേജിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ വരും. നമ്മുടെ വാട്സാപ്പിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്ക് കോൾസ് എന്നൊരു ഭാഗമുണ്ട്, പ്രൈവസി എന്ന ഭാഗത്ത് തന്നെ. കോൾസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സൈലന്റ് അൺനോൺ കോളേഴ്സ് എന്ന ഭാഗം. ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ, ഇവിടെയും ലേൺ മോർ ഉണ്ട് കേട്ടോ. ഇവിടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും നമ്പറിൽ നിന്ന് കോളുകൾ വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സൈലന്റ് മോഡിലേക്ക് മാറും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള ശല്യങ്ങൾ ഉണ്ടാകുകയില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് ഓൺ ചെയ്യാവുന്നതാണ്, ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് സംബന്ധമായിട്ടും നിങ്ങൾക്ക് ഇവിടെ ലേൺ മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു അപ്ഡേറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വാട്സാപ്പിൽ വന്നിട്ടുള്ള ഈ ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.